ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ 7ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വരുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. എന്താണ്? ജീവൽ പ്രക്രിയകളിലേക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ജീവൽ പ്രക്രിയകളിലേക്ക്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. എന്താണ് മെറ്റാബോളിസം എന്നും, എന്താണ് ആന്തരപരിസ്ഥിതി എന്നും, അതേപോലെ തന്നെ സമസ്ഥിതി എന്നും, എന്താണ് പ്ലാസ്മ സ്ഥലം, പദാർത്ഥ വിനിമയം, പ്രകാശ സംശ്ലേഷണം, പോഷകങ്ങൾ, സസ്യസേവനങ്ങൾ, സസ്യ സംരക്ഷണം. ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നമുക്കറിയാം കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കാനാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഒത്തിരി കാലങ്ങളായിട്ട് നമ്മുടെ ശാസ്ത്രലോകം എന്താണ് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നത്. പക്ഷേ എന്താണ്, നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ എന്തായി യാഥാർത്ഥ്യമായി. എന്താണ്? കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈ കോളി എന്ന ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്യമായി സൃഷ്ടിച്ചത്. അപ്പൊ ജനിതക എഞ്ചിനിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണ്? ഈ കോളിയാണ്. ഓക്കെ, സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും എന്താണ് കൃത്രിമ ബാക്ടീരിയക്കുള്ള കഴിവുണ്ട്. ഓക്കെ, നമുക്കറിയാം നോർമൽ ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരുന്നുണ്ട്, വിഭജിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ബാക്ടീരിയയ്ക്കും എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു? അതായത് അത് വളരാനും അതേപോലെ തന്നെ വിഭജിക്കാനുമുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതായത് എന്താണ് നമുക്ക് പഠിക്കാനുള്ള? ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ബാക്ടീരിയയാണ് എന്ത്? ഈ കോളി എന്ന് പറയുന്നത്. ഏതാണ്? ഈ കോളി ബാക്ടീരിയ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അതായത് ഈ പറയുന്ന പ്രകൃതിയിൽ ഇനി നമ്മുടെ ജീവിക്ക് ഒരു ജീവലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിനെന്ത് വേണം? ചലനം, പ്രതികരണം, ശ്വസനം ഉണ്ടാകണം, വളർച്ച ഉണ്ടാകണം, പ്രത്യുൽപാദനം ഉണ്ടാകണം തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീവലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന എല്ലാ ധർമ്മങ്ങളും എന്താണ് നമ്മൾ നിർവഹിക്കുന്നത്? ഓരോ കോശമാണ് ഇതിനൊക്കെ, ഓരോ ഫാക്ടേഴ്സിനും എന്താണ് ഈ പറയുന്ന കോശങ്ങളാണ് ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. എന്തൊക്കെയാണ്? നമുക്കറിയാം കാർബൺ വേണം, ഹൈഡ്രജൻ വേണം, ഓക്സിജൻ വേണം, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെ പലതരത്തിലുള്ള മൂലകങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ഒരു വ്യക്തിയുടെ ശരീരം അല്ലെങ്കിൽ ഒരു ജീവി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു ജീവജാലങ്ങൾ, അത് സസ്യമായിക്കോട്ടെ, ജന്തുക്കളായിക്കോട്ടെ, മനുഷ്യജീവനായിക്കോട്ടെ, ഈ പറയുന്ന കുറേ ആവശ്യ ഘടകങ്ങളുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ പറയുന്നത് എന്താണ് ബയോമോളിക്യൂൾസ്. പഠിക്കേണ്ട ടോപ്പിക്കാണ്. എന്താണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവന്റെ അടിസ്ഥാനമായ നിർമ്മാണ ഘടകങ്ങളെയാണ്. അതായത് ഒരു ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് നമ്മൾ എന്ത് പറയുന്ന? ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബയോമോളിക്യൂൾസ് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്നും. ഓക്കെ, നോക്കിക്കേ, ബയോമോളിക്യൂളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡുകളുണ്ട്, പ്രോട്ടീനുകളുണ്ട്, ന്യൂക്ലിക് ആസിഡുകളുണ്ട്. ഇതിൽ പഠിക്കേണ്ട ഫാക്ട് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഇവയെല്ലാം എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ ഗണത്തിൽ വരുന്നതാണ്. അപ്പൊ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ കാർബോഹൈഡ്രേറ്റുകൾ ഏതൊക്കെയെന്നും പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ തരാം. എന്നിട്ട് അക്കൂട്ടത്തിൽ എന്താണ്? ഹോർമോൺ, ആന്റിബയോഡി എന്തെങ്കിലും എക്സ്ട്രാ തരാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉദാഹരണങ്ങളാണ്? ഗ്ലൂക്കോസ് ഉണ്ട്, നമുക്കറിയാം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ് എല്ലാം എന്താണ്? ഒരേ ടൈപ്പ് സാധനങ്ങളാണ്. സ്റ്റാർച്ച് അതേപോലെ തന്നെ സെല്ലുലോസ്, നമുക്കറിയാം ശരീരത്തിലെ ഗ്ലൂക്കോസിന് എന്താണ്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നതാണ്. അതിനെ നമ്മുടെ ചെടികളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എന്തായിട്ടാണ്? സ്റ്റാർച്ച് ആയിട്ടാണ്. അതേപോലെ സെല്ലുലോയിഡ് ഇതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ബയോമോളിക്യൂൾ ആണ് എന്ത്? ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴുപ്പുകളെയും എണ്ണകളെയൊക്കെ എന്താണ്? ലിപ്പിഡുകളാണ്. അതേപോലെ പ്രോട്ടീനുകൾ എന്താണ്? എൻസൈം ഉണ്ട്, ഹോർമോൺ ഉണ്ട്, ആന്റിബോഡികളുണ്ട്. ഈ എൻസൈമും ഹോർമോണും കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരു പേരാണ് ആന്റിബോഡികൾ. ആന്റിബോഡി എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. ന്യൂക്ലിക് ആസിഡുകളാണ് എന്ത്? DNA-യും RNA-യും. എന്താണ്? ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡും എന്താണ്? റൈബോക്സി ന്യൂക്ലിക് ആസിഡും. അങ്ങനെയാണ് DNA-യുടെയും RNA-യുടെയും ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ബയോമോളിക്യൂൾ എന്താണെന്നാണ് ആദ്യം പഠിക്കേണ്ടത്. എന്താണ്? കാർബോഹൈഡ്രേറ്റ്,
പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് തുടങ്ങിയ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ബയോമോളിക്യൂൾ. ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ ബയോമോളിക്യൂൾസ് ഏതൊക്കെയെന്നും പറഞ്ഞ് എന്താണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് 1ഉം 2ഉം മാത്രം ശരി, 2ഉം 3ഉം ശരി, 3ഉം 4 ശരി, എല്ലാം ശരി എന്നും പറഞ്ഞൊരു ഓപ്ഷൻ തരാം. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അതായത് ബയോമോളിക്യൂളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങൾ. ജീവലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? ചലനം, പ്രത്യുൽപാദനം, അതേപോലെ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഉണ്ടോ? പ്രതികരണം, ശ്വസനം, വളർച്ച, ഇതെല്ലാമാണ് ജീവലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ജീവലക്ഷണങ്ങൾക്ക് എന്താണ്? ഈ ബയോമോളിക്യൂളും വേണം, അതേപോലെ തന്നെ ഒത്തിരി എന്താണ്? രാസഘടകങ്ങളും വേണം. അതായത് ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ പറയുന്ന പേരാണ് എന്ത്? മെറ്റാബോളിസം. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ട ടോപ്പിക്കാണ്. എന്ത്? ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് എന്ത്? മെറ്റാബോളിസം. അതായത് മെറ്റാബോളിസത്തെ നമുക്ക് എന്താക്കി തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. അതിലൊന്ന് എന്താണ്? അനാബോളിസവും എന്താണ്? കാറ്റബോളിസവുമാണ്. ഇവിടെ നമുക്കത് തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട്, അതായത് തന്മാത്രകളെ കൂട്ടിച്ചേർത്തു, അതായത് എന്താണ്? കുഞ്ഞു തന്മാത്രകളുണ്ട്, അതിനെല്ലാം കൂട്ടിച്ചേർത്ത് വലിയൊരു തന്മാത്രയാക്കി, വലിയൊരു ആന പോലെയാക്കി എടുത്തി. അപ്പൊ മെറ്റാബോളിസത്തിലെ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ പറയുന്നത് എന്താണ്? അനാബോളിസം എന്ന്. ഇനി അതിനെന്താണ്? ക്യാറ്റ് എന്ന് പറയുമ്പോൾ എന്താ? കുഞ്ഞല്ലേ, അതായത് വലിയൊരു സംഭവത്തെ എന്ത് ചെയ്തു? കുഞ്ഞു പാർട്സ് ആക്കി മാറ്റി. അതാണ് എന്ത്? കാറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു വെക്കുക. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ തന്മാത്രകളെ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു തന്മാത്രയാക്കി, അല്ലെ? ചെറിയ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്കറിയാം അതെന്താകും? വലുതാകും. വലുതെന്ന് പറഞ്ഞാൽ എന്താണ്? ആനയുമുണ്ട്, പൂച്ചയുമുണ്ട്, അല്ലെ? ആനയുമുണ്ട്, ക്യാറ്റുമുണ്ട്. അപ്പൊ എന്താണ്? വലുതാക്കുന്ന പ്രക്രിയയെ അനാബോളിസം എന്നും, എന്നാൽ തന്നിരിക്കുന്ന തന്മാത്രകളെ വിഘടിപ്പിച്ച് ചെറുതാക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് കാറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടും പഠിച്ചു വെക്കുക. ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ പൊതുവെ പറയുന്ന മെറ്റാബോളിസം എന്നാണ്. മെറ്റാബോളിസത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്തൊക്കെയാണ്? അനാബോളിസവും കാറ്റബോളിസവും. നോക്കാം എന്താണ് മെറ്റാബോളിസം. കണ്ടോ, അനാബോളിസം, കാറ്റബോളിസം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഈ അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ് നിർമ്മാണവും. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിഘടനമാണ്. ഇവിടെ എന്താണ്? നിർമ്മാണമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ ജലവും എങ്ങനെ രണ്ട് തന്മാത്രകൾ ഉപയോഗിച്ച് എന്ത്? C6H12O6 എന്ന് പറയുന്ന ഒരു വലിയൊരു സാധനത്തിനെ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ അതെന്താണ്? അനാബോളിസം ആണ്. ഇനി പ്രോട്ടീനുകളെ വിഘടിപ്പിച്ചത് എന്താക്കി മാറ്റുന്നുണ്ട്? അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നത് എന്താണ്? കാറ്റബോളിസം ആണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡായി മാറുന്ന പ്രവർത്തനം ഏതെന്നും പറഞ്ഞ് അനാബോളിസം, കാറ്റബോളിസം, പിന്നെ വേറെ എന്തെങ്കിലും ബോളിസം ഒക്കെ പറഞ്ഞ് തരുവരെ. അപ്പൊ എന്താണ്? കാറ്റബോളിസം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മെറ്റാബോളിസം, അനാബോളിസം, കാറ്റബോളിസം അതാണെന്ന് ഓർമ്മ വേഗ. മെറ്റാബോളിസത്തെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അനാബോളിസം ആൻഡ് കാറ്റബോളിസം. അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ തന്മാത്രകളെ കൂട്ടിച്ചേർത്ത് വലിയൊരു ആനയെ ഉണ്ടാക്കുന്നു, അതിനെയാണ് അനാബോളിസം. ചെറിയ വലിയൊരു തന്മാത്രയെ നമ്മൾ വിഘടിപ്പിച്ച് എന്ത് ചെയ്തു? ക്യാറ്റിനെ ഉണ്ടാക്കുന്നു, കുഞ്ഞു ക്യാറ്റ്സിനെ ഉണ്ടാക്കുന്നു, അതെന്താണ്? കാറ്റബോളിസം ആണ്. നെക്സ്റ്റ് ആണ് ഇനി പറയുന്ന മെറ്റാബോളിസം എന്ന് പറയുന്ന പ്രവർത്തനത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും നമുക്ക് എന്തൊക്കെ വേണം? എൻസൈമുകളും വേണം, ഹോർമോണുകളും വേണം. ഇതും എന്തുണ്ട്? ഈ പറയുന്ന ബയോമോളിക്യൂളും എന്തുണ്ട്? കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള. അപ്പൊ എന്താണ് എൻസൈം, എന്താണ് ഹോർമോൺ എന്നാണ് അടുത്ത നോക്കാൻ പോകുന്നത്. നോക്കാം. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എന്ത്? എൻസൈമുകൾ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീവികളിൽ ഉണ്ടോ വേഗത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന തന്മാത്രകൾ, രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന തന്മാത്രകളെ പറയുന്ന പേരാണ് എന്ത്? എൻസൈമുകൾ. മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ്. ഓക്കെ, ഉമിനീരിലെ സലൈവറി അമിലേസ്. എന്താണ്? ഉമിനീരിലെ എൻസൈമിന്റെ പേരാണ് സലൈവറി അമിലേസ്. ആമാശയത്തിലെ എൻസൈമാണ് എന്ത്? പെപ്സിൻ എന്നിവ എന്താണ്? എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളായിട്ട് പറയുന്നതാണ്. അപ്പൊ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനാണ് എൻസൈമുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് എന്താ? ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ എൻസൈം എന്ന് പറഞ്ഞാൽ വേഗത വർദ്ധിപ്പിക്കാനും ഇവയൊക്കെ നിയന്ത്രിക്കുന്നതാണ് എന്താ? ഈ പറയുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. നമുക്കിത് 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിക്കാനാണ്. എൻഡോക്രൈനും എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്താന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഓക്കെ,
നോക്കാം. അതിൽ ഹോർമോൺസിന് എക്സാമ്പിൾ ആണ് എന്താ? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് നമുക്കറിയാം. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷന്മാരിലെ ലൈംഗിക ഹോർമോൺ ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ അല്ലെ. അതായത് നമ്മൾ എന്താണ് ഇപ്പൊ ഒരു അമ്മ അല്ലെ, ഒരു സ്ത്രീ എന്താണ് പ്രസവത്തിന് ശേഷം സ്വാഭാവികമായിട്ട് അവരുടെ ശരീരത്തിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഓരോ ഹോർമോൺ ചേഞ്ചസ് ആണ്. നമ്മൾ പറയില്ലേ മൂഡ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ എന്താണ് മെൻസ്ട്രേഷൻ, നമ്മുടെ ആർത്തവം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ ഹോർമോൺ ചേഞ്ചസ് ആണ് ഈ പറയുന്ന ആർത്തവം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളെ പറയുന്ന പേരാണ് എന്ത്? ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ പറയുകയാണ്, നമ്മൾ എന്താണ് ജീവികളിൽ പറയുകയാണ്. അതായത് ഏകകോശ ജീവികളിലും എന്തുണ്ട്? ഈ ബാഹ്യ പരിസരത്ത് നിന്നും എന്താണ് പദാർത്ഥങ്ങൾ എന്തിലൂടെയാണ്? കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന ചുറ്റും എന്താണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതിന് നമുക്ക് കോശത്തിനുള്ളിലേക്ക് എടുക്കാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാണ്, 7ാം ക്ലാസ്സിൽ ആ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോശസ്തരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഏകകോശ ജീവികൾ പദാർത്ഥ സംവഹനം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇനി ജന്തുക്കളിൽ പറയുകയാണ്, ബാഹ്യ പരിസരത്തിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനുള്ളിലേക്ക് എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് സസ്യങ്ങളിലെ പറയുകയാണ്, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? അത് കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ, പിന്നെന്താണ്? തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതയിലൂടെ. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. കഴിഞ്ഞ നമ്മുടെ LGSന്റെ 2ാമത്തെ ഫേസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ പറയുന്ന തൊട്ടടുത്ത കോശങ്ങളിലേക്ക് ഇതിനെ കൈമാറുന്ന ആ ഒരു കോശദ്രവ്യ പാതയെ പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്മോഡെസ്മേറ്റ എന്നുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ചെയ്തപ്പോഴേക്കും ഞാനത് +2 ടെക്സ്റ്റ് ബുക്കിലായിരുന്നു ആ ഫാക്ട്. കാര്യം ഞാൻ അതാണ് കണ്ടിരിക്കുന്നത്. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് വായിച്ച് വന്നപ്പോഴാണ്. അപ്പൊ ആരോ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്മോഡെസ്മേറ്റ 9th ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയുടെ പേരാണ് എന്ത്? പ്ലാസ്മോഡെസ്മേറ്റ എന്നുള്ളത്. ഒരു കോശത്തിൽ നിന്നും അതേപോലെ തന്നെ മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ, അപ്പൊ എന്തൊക്കെയാണ്? കോശഭിത്തിയിലൂടെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റയിലൂടെ, പിന്നെ എന്താണ്? പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്ന കോശദ്രവ്യ പാതകളിലൂടെ, പ്ലാസ്മ സ്തരത്തിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ ചെടികളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനിയാണ് ബാഹ്യ പരിസ്ഥിതിയും ആന്തര പരിസ്ഥിതിയും പറയുന്നത്. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്ന് പറയുന്നു. ഇതിനെയാണ് എന്താ? ആന്തര പരിസ്ഥിതിയായിട്ട് വർത്തിക്കുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ജന്തുക്കളിൽ കോശങ്ങൾ, അത് ഞാൻ ഫിഗറിൽ കാണിച്ചു തരാം. കണ്ടോ? അതായത് കണ്ടോ, ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലുള്ള ഈ ഒരു ദ്രവത്തെ പറയുന്ന പേരാണ് എന്ത്? ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എന്താണ്? സസ്യങ്ങളിൽ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലുള്ള ദ്രവവും വായുവറകളും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. എന്താണ് സമസ്ഥിതി പാലനം അഥവാ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയും. എന്താണ്? ആന്തര പരിസ്ഥിതിയുടെ ഘടന നമുക്ക് എന്താണ്? സ്ഥിരമായിട്ട് നിലനിർത്തണം. അതിനെയാണ് എന്താണ്? മെറ്റബോളിസം സുഗമമായിട്ട് നടക്കാനായിട്ട് എന്ത് വേണം? ഈ പറയുന്ന ആന്തര പരിസ്ഥിതി നിലനിർത്തേണ്ടതുണ്ട്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ? ഹോമിയോസ്റ്റാറ്റിസ് അഥവാ എന്താണ്? സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കാം നമുക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളത്. കണ്ടോ? അത് ഓരോന്ന് പറയാണ്. പദാർത്ഥ വിനിമയം എങ്ങനെയാണ് കോശസ്തരത്തിലൂടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഈ പറയുന്ന കോശങ്ങൾക്കിടയിലുള്ളതാണ് എന്ത് പറയുന്ന ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിനെന്തുണ്ട്? കോശത്തിനൊരു ഔട്ടർ ലൈൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെ, കോശസ്തരം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? അതിനെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ പറയുന്ന കോശസ്തരം തന്നെയാണ് എന്ത്? പ്ലാസ്മ സ്തരം എന്നറിയപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്? പ്ലാസ്മ സ്തരത്തെ പറയുന്ന മറ്റൊരു പേരാണ് വരണതാര്യ സ്തരം. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇത് എല്ലാ പേരുകളും ചോദിക്കാം. ഈ പറയുന്ന കോശസ്തരത്തിന്റെ പേരായിട്ട് നമുക്ക് പ്ലാസ്മ സ്തരം എന്നും ഈ പറയുന്ന വരണതാര്യ സ്തരം എന്നൊക്കെ പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം. പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ, അതായത് എന്താണ്, ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവ ഇതിലൂടെ അനായാസം എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. എന്നാൽ ചില പദാർത്ഥങ്ങൾ എന്താണ്, അയോണുകളായും, എന്താണ്, പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലൂടെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ എന്ത് ചെയ്യാനാകുള്ളൂ, ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനായാസം കടന്നു പോകുന്നുണ്ട്. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലൂടെ പ്രത്യേകം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനെ പറ്റിയാണ് നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത്. കണ്ടോ, ഇതാണ് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയും. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ബീക്കറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ശുദ്ധജലത്തെയും ഉപ്പുവെള്ളത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, അർദ്ധധാരിസ്തരം, സെമി പെർമിബിൾ മെമ്പറൈൻ എന്ന് പറയും, അതുകൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഇവിടുത്തെ ഉപ്പുതരികളെല്ലാം എന്ത് ചെയ്യും, ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കുറഞ്ഞിടത്തേക്ക് എന്ത് ചെയ്യാനായിട്ട് പോകും, ഈ തന്മാത്രകള് ഒരു ചലനം ഉണ്ടാകും. അതിന് പറയുന്ന പേരാണ് എന്താ, ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ടോ, ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ, എന്താണ്, അതാണ് ഇമ്പോർട്ടന്റ് ആയ ഒരു വേർഡ് ആണത്, അർദ്ധതാര്യ സ്തരത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്താ, ഓസ്മോസിസ്. അപ്പൊ ഓസ്മോസിസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അവിടെ മറ്റൊരു പ്രത്യേകത, ജലതന്മാത്രകൾക്കാണ് എന്ത് നടക്കുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പൊ എന്താണ്, ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്താ, ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. അപ്പൊ നമ്മൾ പറഞ്ഞു, ജലം മാത്രമല്ല മറ്റ് പല ഘടകങ്ങളും ഉണ്ട് ഈ കോശത്തിനകത്തും പുറത്തേക്കും ഒക്കെ പോകേണ്ടത്. അതെങ്ങനെയാണെന്നാണ് അടുത്ത് പറയുന്നത്. അതായത് അതേപോലെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്യൂഷൻ എന്ന് പറയും. എന്താണ് ഡിഫ്യൂഷൻ? അതായത് തന്മാത്രകൾ, അതായത് ഓക്സിജൻ തന്മാത്രകൾ. കണ്ടോ, ഇവിടെ ഈ പറയുന്നത് എന്താണ്, ഓക്സിജൻ തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഓക്സിജൻ എന്താണ് കൂടുതലാണ്, കോശദ്രവ്യത്തിനുള്ളിൽ എന്താണ് ഓക്സിജന്റെ അളവ് കുറവാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്തരം തന്മാത്രകളുടെ ഒഴുക്ക് എങ്ങനെ, ഗാഢത കൂടിയ വസ്തു നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ്. അതിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന് എന്താവശ്യമില്ല, ഊർജം ആവശ്യമില്ലാത്തൊരു പ്രവർത്തനമാണ് എന്താ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് ഇമ്പോർട്ടന്റ് ആയ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. അതായത് നമ്മൾ ഇതേ പറയുകയാണ്, ഇവിടെ എന്തുണ്ട്, ഉണ്ടോ, ഇവിടെ കുറെ ഗ്ലൂക്കോസ് തന്മാത്രകളുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ അയോണുകളുമുണ്ട്. ഇവിടെ ഒരു വാഹക പ്രോട്ടീനിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിന്റെ അകത്തേക്ക് ഇത് കയറുന്നുണ്ട്. അവിടെ എന്താണ്, വാഹക പ്രോട്ടീൻ. അതേപോലെ കണ്ടോ, ഇവിടെ കുറെ അയോണുകളുണ്ട്, ഇവിടെ അയോണുകളുടെ ഗാഢത കൂടുതലാണ്, ഇവിടെ ഗാഢത കുറവാണ്. അവിടെ എന്താണ്, ചാനൽ പ്രോട്ടീന്റെ സഹായത്തോടു കൂടി അയോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോശദ്രവ്യത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഈ പേരുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതായത് എന്താണ്, പ്ലാസ്മ സ്തരത്തിലൂടെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ. ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണിത്, ഇമ്പോർട്ടന്റ് ആണ്. ഊർജം ആവശ്യമില്ല ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അത് ഏത് തരമാണെന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ജലതന്മാത്രകൾക്ക് മാത്രമാണെങ്കിൽ എന്താണ്, ഓസ്മോസിസ് ആണ്. സാധാരണയായി ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഢത കുറഞ്ഞിടത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടീനുകളുടെ സഹായത്തോടെ, എന്താണ്, പ്ലാസ്മ സ്തരത്തിലൂടെ, പ്ലാസ്മ സ്തരം തന്നെയാണ് നമ്മൾ കോശസ്തരം എന്ന് പറയുന്നത്. പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രവർത്തനത്തെ പറയുന്ന പേരാണ് എന്താ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു, ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഗാഢത കൂടിയ സ്ഥലം, സാന്ദ്രത കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് വ്യത്യാസമുണ്ട്. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ? അതായത്
ഇവിടെ എന്താണ്? ഗാഢത കുറവാണ്. ആരോ മാർക്ക് നോക്കിക്കേ, ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. ഗാഢത കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഗാഢത കൂടിയ സ്ഥലത്തേക്ക്. അതായത് നമ്മൾ എന്താണ് സാധാരണ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വേണം? അവിടെ ഊർജം ATP ആവശ്യമാണ്. കണ്ടോ, പ്ലാസ്മ സ്തരത്തിലൂടെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയയെ പറയുന്ന പേരാണെന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ആയിരിക്കണം. നമ്മളിങ്ങനെ തളർന്നു കുത്തിയിരുന്നാൽ നടക്കൂല. നല്ല ആക്റ്റീവ് ആയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അവിടെ എന്താണ് എന്താണ് സ്വാഭാവികമായിട്ടും അവിടെ ആള് കുറവാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഇയാൾ കൂടിയിടത്തേക്ക് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അവരെ അങ്ങോട്ടേക്ക് വലിച്ചെടുക്കണമെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഊർജം ആവശ്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഗാഢത കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് നടക്കുന്ന പ്രവർത്തനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ജലതന്മാത്രകൾക്ക് മാത്രം നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഓസ്മോസിസ് ആണ്. അതേപോലെ സാധാരണയായി എന്താണ്? തന്മാത്രകൾ ഗാഢത കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് വരുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. അതിലൊന്നാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് പ്രത്യേകത? പ്ലാസ്മ സ്തരത്തിലൂടെ പ്രോട്ടീനുകളുടെ സഹായത്തോടുകൂടി നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയെ പറയുന്ന പേരാണെന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇമ്പോർട്ടന്റ് ആണ്. ഊർജം ആവശ്യമില്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനാണ് ഊർജം ആവശ്യമായിട്ടുള്ളത്. ഉണ്ടോ? ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് എന്തൊക്കെ പറയാം? ഡിഫ്യൂഷൻ എന്ന് പറയാം. കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. ഇനി ജലത്തിന് മാത്രം ബാധകമായിട്ടുള്ളത് ഏതാണ്? ഓസ്മോസിസ് ആണ്. ഊർജം വേണ്ടത് ഏതിനാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനാണ്. ഊർജം വേണ്ടാത്തത് ഏതാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. വാഹക പ്രോട്ടീൻ വേണ്ടാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമുക്ക് ഡിഫ്യൂഷൻ എന്ന് പറയാം അല്ലെ. ഏതാണ്? ഓസ്മോസിസ്. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇതിന് രണ്ടിനും എന്താണ്? വാഹക പ്രോട്ടീനുകൾ വേണം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും വേണം, അതേപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനും എന്ത് വേണം? വാഹക പ്രോട്ടീനുകൾ ആവശ്യമായിട്ട് വരും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത്, നമുക്കറിയാം ഈ പറയുന്ന മെറ്റാബോളിസം എല്ലാത്തിനും എന്താണ്? നമുക്ക് എന്ത് വേണം? ഊർജം വേണം. നമുക്കറിയാം ഊർജം നമുക്ക് ജന്തുക്കൾക്ക് നമുക്ക് ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ ഈ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ഊർജം കിട്ടുന്നത്? ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. അവയ്ക്കും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്താണ് ചെടികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സസ്യങ്ങൾ ഇലകളിൽ വെച്ചിട്ട് ജലവും ലവണങ്ങളും ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം. അപ്പൊ ഇവിടെ എന്തൊക്കെ വേണം? ക്ലോറോഫിൽ വേണം, സൂര്യപ്രകാശം വേണം, ജലം വേണം, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ പറയുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ചെടികളിലുള്ളിലേക്ക് എടുക്കാനായിട്ട് എന്ത് വേണം? അതായത് ഇതാണ് നമ്മുടെ ചെടി എന്ന് പറയുന്നത്. ഒരു ഇലയുടെ ഒരു പോർഷനാണ് വന്നിരിക്കുന്നത്. ഇലയുടെ നോക്കിക്കേ, ഈ പറയുന്ന മുകളിലുള്ള കോശങ്ങളെ പറയുന്ന പേരാണെന്ത്? ഉപരിവൃതി കോശങ്ങൾ എന്ന് പറയും. അഥവാ എന്താണ്? എപ്പിഡെർമൽ സെൽസ് എന്ന് പറയും. അതിന്റെ ഉള്ളിൽ കാണുന്ന സെൽസിനെ പറയുന്ന പേരാണ് എന്ത്? മീസോഫിൽ കോശങ്ങൾ എന്ന് പറയും. മീസോഫിൽ സെൽസ്. ഇനി നമുക്കറിയാം ഗാഡ്സ് പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന എന്താണ്? അതിനെ പറയുന്ന പേരാണെന്ത്? സ്റ്റൊമേറ്റ അഥവാ ആസ്യരന്ധ്രം. നമ്മൾ 7ാം ക്ലാസ്സിൽ ആ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് അത് പഠിക്കുന്നുണ്ട്. സ്റ്റൊമേറ്റ എന്ന് പറയും. ഈ പറയുന്ന ഈ ഒരു സംഭവത്തിന്റെ ഫിഗറാണ് ഈ തന്നിരിക്കുന്നത്. നോക്കിക്കേ, അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്? ക്ലോറോപ്ലാസ്റ്റ്. ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന പുറത്തുള്ള ഓക്സിജനെയൊക്കെ വലിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നത്. എവിടെയാണ്? സസ്യങ്ങൾ ശരിക്കും ഇലകൾ ഭക്ഷണം പാകം ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റിലൂടെയാണ്. നോക്കിക്കേ, ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലത്തെ ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത്. അതായത് ഇങ്ങനെ കുറെ അടുക്കുകൾ കാണപ്പെടുന്നുണ്ട്. ഉണ്ടോ? ഇങ്ങനെ കുറെ അടുക്കുകളുണ്ട്. ഇതിൽ ഓരോ അടുക്കിനെ പറയുന്ന പേരെന്താണ്? തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി. എന്താണ്? തൈലക്കോയിഡ്. അപ്പൊ ആ അടുക്കുകളെ പറയുന്ന പേര് തൈലക്കോയിഡുകൾ എന്നാണ്. ഇനി എന്താണ് ഗ്രാന? ഗ്രാന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുറെ തൈലക്കൂടുകൾ അടുക്കി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറോഫിൽ അവിടെയാണ് കാണപ്പെടുന്നത്. അപ്പൊ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ക്ലോറോഫിൽ കാണുന്നത് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാന, സ്ട്രോമ എന്നൊക്കെ പറഞ്ഞു തരും. എവിടെയാണ്? ഗ്രാനയിലാണ് എന്തുള്ളത്? ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേര് എന്താണ്? സ്ട്രോമയാണ്. സ്ട്രോമ ദ്രാവക ഭാഗം. ഗ്രാന എന്താണ്? തൈലക്കോടുകളുടെ അടുക്കാണ്. അവിടെയാണ് ക്ലോറോഫിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ്? ഒരു ബാഹ്യസ്തരമുണ്ട് അല്ലെ, ഔട്ടർ കവറിംഗ് ഉണ്ട്, ഇന്നർ കവറിംഗ് ഉണ്ട്. ആ ബാഹ്യസ്തരമുണ്ട്, ആന്തരസ്തരവുമുണ്ട്. അതിനുള്ളിലുള്ളതാണ് ഗ്രാനയും അതേപോലെ സ്ട്രോമ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത്
ഇപ്പറയുന്ന പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഇലകളിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത്. അതിന് ശരിക്കും എന്താണ്, 2 ഘട്ടങ്ങളുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് PSCക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. അതായത് ഗ്രാനയിലും സ്ട്രോമയിലും നടക്കുന്ന 2 പ്രവർത്തനങ്ങളുടെ ഫലമായാണ്, ആ 2 പ്രവർത്തനങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രകാശ സംശ്ലേഷണം നടന്നു എന്ന് പറയുന്നത്. ഓക്കെ, അതിന് 2 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിന്റെ പേരാണ് എന്ത്, പ്രകാശഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഏതാണ്, ഇരുണ്ട ഘട്ടം. അങ്ങനെ 2 ഘട്ടങ്ങളിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം പൂർത്തിയാകുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടമായ പ്രകാശഘട്ടം എന്തിലാണ്, ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. എന്താണ്, ഗ്രാനയിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്, പ്രകാശഘട്ടം എന്ന് പറയുന്നത്. ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശഘട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഗ്രാനയിൽ വെച്ച് നടക്കുന്നു, സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു, പ്രകാശം ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു തരും. എന്താണ്, അപ്പൊ ഇതെന്താണ്, വൃത്തിക്ക് പഠിച്ചു വെക്കേണ്ട ഒരു ബോക്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു സെക്ഷനാണ്. അപ്പൊ നമുക്ക് പഠിക്കാം, എന്താണ്, ഗ്രാനയിൽ വെച്ച് നടക്കുന്നതാണ് പ്രകാശഘട്ടം. ഇവിടെ എന്താണ്, സ്ട്രോമയിൽ വെച്ചിട്ടാണ്. പ്രകാശഘട്ടമാണ്, സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വേണം, പ്രകാശം ആവശ്യമാണ്. പ്രകാശമുള്ളിടത്തല്ലേ നമ്മൾ പ്രകാശഘട്ടം എന്ന് പറയുള്ളൂ. ഇരുണ്ട ഘട്ടം എന്തായിരിക്കും, അവിടെ പ്രകാശം ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇനി ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെടികൾ വലിച്ചെടുക്കുന്ന H2O ജലം വിഘടിച്ചിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനുമായിട്ട് മാറുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഓക്സിജനെ ചെടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓക്സിജൻ പുറന്തള്ളുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, പ്രകാശഘട്ടമാണ്. എന്നിട്ട് ഈ പറയുന്ന ഹൈഡ്രജൻ, അല്ലെ, നമ്മൾ പറഞ്ഞു ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനുമായി ഓക്സിജനുമായി, അപ്പൊ ഈ ഓക്സിജനെ നമ്മൾ പുറന്തള്ളി കളഞ്ഞു. ബാക്കി ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ഹൈഡ്രജനെ നേരെ എങ്ങോട്ടേക്ക് വിടും, സ്ട്രോമയിലോട്ട് വിടും. അതേപോലെ തന്നെ അവിടെ ഊർജ്ജ തന്മാത്രകളായ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ATP ഉണ്ടാകുന്നു, ATP. ഓക്കെ, ഇനി ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളിവിടെ പഠിക്കണം. എന്താണ്, ഇവിടെ എന്താണ്, സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ATPയും എവിടെ നിന്നാണ്, പ്രകാശഘട്ടം. കണ്ടോ, നമ്മൾ ഈ ഗ്രാനയിൽ വെച്ച് നടന്നിട്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന എന്താണ്, ഓക്സിജനെ പുറന്തള്ളും, അതേപോലെ ATPയും ഹൈഡ്രജനും ഉണ്ടാകും. അതിന് രണ്ടിനെയും നമ്മൾ സ്ട്രോമയിലേക്ക് കൊടുക്കും. ഈ സ്ട്രോമയിൽ വെച്ചിട്ട് ഈ പറയുന്ന ഹൈഡ്രജനും അതേപോലെ ചെടികളിലെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അപ്പൊ ചോദിക്കാം, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് എവിടെയാണ്, ഇരുണ്ട ഘട്ടമാണ് അല്ലെങ്കിൽ സ്ട്രോമയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ വൃത്തിക്കൊന്ന് പഠിക്കണേ ഇത്. ഓക്കെ, ഉണ്ടോ, ഇതാണ് ആ ഫിഗർ എന്ന് പറയുന്നത്. കണ്ട, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലത്തിനെ എടുക്കുന്നുണ്ട്. ആ ജലം H2O എന്ന് പറയുന്നതിനെ വിഘടിപ്പിച്ചിട്ട് ഓക്സിജനെ പുറന്തള്ളുന്നു, ഹൈഡ്രജനെ സ്ട്രോമയിലേക്ക് കൊടുക്കുന്നു, അതേപോലെ തന്നെ ATPയും സ്ട്രോമയിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനെ മേടിച്ചെടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ ഹൈഡ്രജനും ഒക്കെ കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് എന്താണ്, C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതിനെയാണ് എന്താ പറയുന്നത്, ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിനാണ് 1961 ആർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത്, മെൽവിൻ കാൽവിൻ നോബൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, മെൽവിൻ കാൽവിൻ, കാൽവിൻ സൈക്കിൾ എന്നൊക്കെ പറയും. എന്താണ്, മെൽവിൻ കാൽവിന് നോബൽ പ്രൈസ് ലഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന്. ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷത്തിന്റെ ഭാഗമായി വരുന്ന ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് നോബൽ പ്രൈസ് നേടിയ വ്യക്തി ആരാണ്, മെൽവിൻ കാൽവിൻ ആണ്. ഏത് വർഷം, 1961. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ജലവും കാർബൺ ഡൈ ഓക്സൈഡും സ്വീകരിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ക്ലോറോഫിലിൽ വെച്ചിട്ട് എന്തുണ്ടാകുന്നു, ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഓക്സിജനെ പുറന്തള്ളുകയും ഗ്ലൂക്കോസ്, അപ്പൊ അടുത്ത പ്രോഡക്റ്റ് ആണ് എന്ത് കിട്ടി, നമുക്ക് ഗ്ലൂക്കോസ് കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വസ്തു എന്താണ്, ജലത്തിൽ നമ്മളിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി, നമ്മൾ ഗ്ലൂക്കോസ് പൊടി എടുക്കത്തില്ലേ, വെള്ളത്തിൽ പെട്ടെന്ന് അലിച്ചു പോകും. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ചെടികളുടെ കാര്യത്തിലും പ്രകാശ സംശ്ലേഷണ ഫലം ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ എന്താക്കി മാറ്റണം, അലേയമായ ലയിക്കാത്ത അന്നജമാക്കി സംഭരിക്കുന്നു. ഈ പറയുന്ന അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, നമ്മൾ പറഞ്ഞു ജന്തുക്കൾക്ക് ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ് കിട്ടിയത്, അവരുടെ ഭക്ഷണം. അതേപോലെ ചെടികൾക്ക് ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നായിരുന്നു എന്നൊരു പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഗ്ലൂക്കോസ് വരെ എത്തിയത്. അതായത് ഈ ക്വസ്റ്റ്യൻ കണ്ടോ,
സസ്യങ്ങൾക്കോ എന്ന് പറയുന്ന ഈ ഒരൊറ്റ ക്വസ്റ്റിൽ നിന്നാണ്, അതിന്റെ ഉത്തരമാണ് നമ്മളിവിടെ പറയുന്നത്. സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ്? ഈ പറയുന്ന അന്നജത്തിൽ നിന്നാണ് അവർക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത്. ഉണ്ടോ? അന്നജം, ഫ്രക്ടോസ്, അതായത് ഗ്ലൂക്കോസിനെ എന്താക്കിയാണ് മാറ്റുന്നത്? ഇതിലൊക്കെ നമ്മൾ എന്താണ് ഈ ഗ്ലൂക്കോസും അതേപോലെ ഫ്രക്ടോസ്, സുക്രോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. ഫ്രൂട്ട്സിലൊക്കെ മെയിൻ ആയിട്ട് ഈ പറയുന്ന ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്ന ഫ്രക്ടോസ് ആയിട്ടാണ്. അതേപോലെ കണ്ട ഇവയിലൊക്കെ എന്താണ്? കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് കണ്ട പ്രോട്ടീൻ, ധാന്യങ്ങളിലൊക്കെ പ്രോട്ടീൻ ആണ്. അതേപോലെ വൈറ്റമിൻസ്, ചെടികളിലൊക്കെ വൈറ്റമിൻസും ആയിട്ട് മാറുന്നുണ്ട്. ഇനിയാണ് നമ്മളെ സമുദ്രത്തെ പറ്റിയാണ് പറയുന്നത്. ഇതില് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കിൽ തരുന്നത് ഇങ്ങനത്തെ ബോക്സ് ഇല്ലേ, അതായത് ശരിക്കും കുട്ടികൾക്ക് പഠിക്കാൻ ഇല്ലാത്തൊരു ടോപ്പിക്കായി തരുന്നത്. ജസ്റ്റ് എന്താണ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ, അവർക്ക് ജസ്റ്റ് വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് തരുന്ന ടോപ്പിക്കുകളാണ്. പക്ഷെ നമ്മുടെ PSCക്ക് ഇങ്ങനത്തെ ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും എന്ത് ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? നമുക്കറിയാം മൂന്നിൽ നമ്മൾ പറയുന്നുണ്ട് 4ൽ 3 ഭാഗവും എന്താണ്? സമുദ്രമാണ്, അല്ലെങ്കിൽ 1/3 ഭാഗം സമുദ്രമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് സൂര്യപ്രകാശന ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ നമ്മൾ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക് ഒന്ന് പഠിച്ചു വെക്കുക. അധികം കാണാത്ത ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ അവരെന്താണ് PSCക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചോദിക്കാം, സമുദ്രത്തിന്റെ ഉപരിതലം മുതൽ 200 മീറ്റർ ആഴത്തിൽ വരുന്ന മേഖലയെ പറയുന്ന പേരാണ് യൂഫോട്ടിക് മേഖല. എന്താണ്? യൂഫോട്ടിക് മേഖല. അവിടെ എന്താണ്? നന്നായി സൂര്യപ്രകാശം ലഭിക്കും, അല്ലെ? നമുക്കറിയാം ഇപ്പൊ സമുദ്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെയാണ് നമ്മുടെ സൂര്യൻ വരുന്നത്. സൂര്യനിൽ നിന്ന് ഏകദേശം ഇവിടെ നമുക്ക് നന്നായിട്ട് വെട്ടം കിട്ടും, അല്ലെ? സൂര്യപ്രകാശം കിട്ടും. അതായത് ഇവിടെ മുതൽ ഏകദേശം ഒരു 200 മീറ്റർ വരെയും താഴത്തിൽ പറയുന്ന പേരാണ് യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. ഉപരിതലം മുതൽ 200 വരെ. നെക്സ്റ്റ് എന്താണ്? 200 മുതൽ ഏകദേശം ഒരു 1000 മീറ്റർ വരെ എന്താണ്? ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറയും. എന്താണ്? ഡിസ്ഫോട്ടിക്. ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലികയാണ്, അല്ലെ? ഇവിടെയും അത്യാവശ്യം നമുക്ക് എന്താണ്? സസ്യങ്ങളൊക്കെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത്ര കാര്യമായിട്ട് വെള്ളം സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ഒരു ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? വെബ് ഓഫ് ലൈഫ്, ജീവജാലിക എന്ന് പറയാം. ഇനി പറയുന്ന 1000 മീറ്ററിന് താഴേക്ക് എന്ത് സംഭവിക്കും? അവിടെ സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രകാശ സംശ്ലേഷണം നടക്കില്ല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് എന്ത് ചെയ്യാനുള്ള ഹെൽപ്പുണ്ട്? പ്രകാശം ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട്. 2050 ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിന്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭാരം പിന്തള്ളുമെന്ന UN പ്രവചനം ഞെട്ടലുളവാക്കുന്നതാണ്. സമുദ്രം ഒരു വിസ്മൃതിയാവാതെ വിസ്മയമായ മനുഷ്യചിന്തയെ ഇനിയും പ്രചോദിപ്പിക്കട്ടെ. അതായത് നമുക്കറിയാം ഇപ്പൊ ഈ നമ്മുടെ സമുദ്രങ്ങളിലേക്കുള്ള ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെയാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ പഠിക്കേണ്ട എന്താണ്? ആദ്യത്തേത് 0 to 200 എന്താണ്? യൂഫോട്ടിക് മേഖല. 200 to 1000 എന്താണ്? ഡിസ്ഫോട്ടിക് മേഖല. അതിന് 1000നും താഴേക്ക് എന്താണ്? എഫോട്ടിക് മേഖല. ഇതൊന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് പറയുന്നത്? കണ്ടൽക്കാടുകളെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം ചെടികളിലെ കണ്ടൽക്കാട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയതാണ്. കായലും കടലും ചേരുന്ന ഭാഗത്താണ് എന്ത് വരുന്നത്? കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 1975 70,000 ഹെക്ടർ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു. അതിലെന്താണ്? 98% നശിപ്പിച്ചിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ് കണ്ടൽക്കാടുകളുടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ എന്താണ്? മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്, ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ കണ്ടൽക്കാടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ഇപ്പൊ ഒരു നദിയുടെയൊക്കെ തീരങ്ങളിൽ ഈ കണ്ടൽക്കാട് നട്ടു വളർത്തിക്കഴിഞ്ഞാൽ എന്താണ്? മണ്ണൊലിപ്പ് തടയാമെന്ന് പറയും. നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള ഒരു പ്രതിരോധമാണിത്, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതനുസരിച്ച് ചൂട് കൂടും. അതിനെയാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ നിത്യഹരിത വനങ്ങളെക്കാളും എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അവിടെ എന്താണ്? സുനാമിയെ തടയാനും ഒക്കെ കണ്ടൽക്കാടുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടൽക്കാടുകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ, അല്ലെ? ചോദിക്കാറുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ ഒരു പരിസ്ഥിതി പ്രവർത്തകന്റെ പേരാണ് കല്ലേൻ പൊക്കുടൻ എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ? അദ്ദേഹം എന്താണ്? 1,00,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇവിടെ എന്താണ്?
ഉണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്താ, കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്നുള്ളത്. ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടന്റെ ആത്മകഥയാണ്. ഓക്കെ, ഉണ്ട്. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ട് ആണ് ഇത്, കല്ലേൽ പൊക്കുടൻ എന്നുള്ളത്. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് PYQs റെഫർ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, കല്ലേൽ പൊക്കുടൻ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. SCRT ക്ലാസ് എടുക്കുന്നത് എങ്ങനെയുണ്ട്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എങ്കിലും എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അടുത്ത ചാപ്റ്റർ എടുക്കാനും ഒക്കെ ആയിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്